പാലക്കാടൻ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആൻഡ് എമ്മി ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കണം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു സദ്യ സ്പെഷ്യൽ കൂട്ടുകറിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: പച്ചക്കടല നമ്മൾ ഒരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. പിന്നെ നമ്മൾക്ക് ചേന നന്നായിട്ട് ചെറുതിൽ കഷ്ണങ്ങളാക്കിയ ചേന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. കുമ്പളങ്ങയും ചേനയും സമാസമം നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. ഒപ്പത്തിനൊപ്പം ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കണം. ആവശ്യത്തിന് നാളികേരം, നമ്മൾക്ക് അരപ്പിനുള്ള നാളികേരം എടുക്കണം. നാളികേരത്തിൻ്റെ കൂടെ നമ്മൾ അരയ്ക്കുമ്പോൾ 1 സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇത് പാലക്കാടൻ സ്പെഷ്യൽ കൂട്ടുകറിയാണ്. അപ്പോൾ കൂട്ടുകറി വെക്കുന്നതിനായിട്ട് നമ്മൾ പച്ചക്കടല പരിപ്പ് ഫസ്റ്റ് വേകാനിടാം. ഒരു കുക്കർ എടുത്ത ശേഷം നമുക്ക് കുക്കറിൽ തന്നെ വേകാനിടാം. ചേന നല്ല വേവുന്ന ചേനയാണെങ്കിൽ വിസിൽ 1-2 വിസിൽ വെച്ചോളൂ. വേകാത്ത ചേനയാണെങ്കിൽ നമുക്ക് വിസിൽ വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് നോക്കിയ ശേഷം അതിനുശേഷം നമ്മളിപ്പോൾ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് കടല വറുവലിനായിട്ട് മാറ്റി വെക്കാം. ഇത്രയും കടല നമ്മൾ മാറ്റി വെക്കാം. പിന്നെ നമ്മൾക്ക് ഈ ചേനയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. നമുക്ക് അടച്ച് വെച്ച് ഒഴിക്കാം. ഉപ്പിടരുത്. ഉപ്പിട്ടാൽ ചിലപ്പോൾ ചേന വെന്ത് പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കരുത്. വെന്തോട്ടെ. നമ്മൾ തേങ്ങ അരയ്ക്കാൻ പോവാണ്. അരമുറി തേങ്ങയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് മാത്രമേ നമ്മൾ ചേർക്കൂ. തേങ്ങ നല്ലതുപോലെ അരയ്ക്കാൻ പാടില്ല, ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പം ഞാനൊരു തേങ്ങ ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചേന നന്നായിട്ട് ഇതുപോലെ നമ്മൾ ചേനയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. മറ്റൊന്ന് ഇളക്കി കൊടുക്കാം. കുമ്പളങ്ങ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് ചതച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുമ്പളങ്ങയും ചേനയും അരപ്പൊക്കെ കൂടെ നന്നായിട്ടൊന്ന് ഉരുകി വരണം.
ഒരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം. തേങ്ങയും കുമ്പളങ്ങയും പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം നമ്മൾ ശർക്കരയും ചേർത്ത് കൊടുത്ത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കടുക് വറുത്ത് കോരണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ കറിയുടെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പച്ചക്കടല പരിപ്പ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2-3 വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് തേങ്ങ ചെരുവിയത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇട്ട് നമുക്ക് കടുക് വറുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അടിപൊളി ടേസ്റ്റി എമ്മിയായ കറിയാണ്. വരും നമുക്ക് കടുക് വറുത്തിട്ട് എങ്ങനെയാണ് ലാസ്റ്റ് കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിപ്പോൾ ചേന നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നമ്മൾ കുക്കറിൽ വേവിച്ചത് കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കേണ്ടെങ്കിൽ നമ്മൾ പാത്രത്തിൽ തന്നെ വേവിച്ചെടുത്താൽ മതി. ചേനയുടെ വേവ് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ കുക്കറിൽ വേവിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് നല്ല പീസ് നന്നായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഇതാവണ്ടെങ്കിൽ ഇതുപോലെ വെന്തുടയുണ്ടെങ്കിൽ നിങ്ങളതുപോലെ കുക്കറിൽ വേവിക്കാതെ ചേനയുടെ വേവിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇനി കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. കോക്കനട്ട് ഓയിലാണ് നമ്മൾക്ക് സദ്യക്കുള്ള കറികൾ ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പരിപ്പൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചെരുവിയത്, തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കണം. ഈ തേങ്ങ വറുക്കുന്നതിൽ നല്ലൊരു മണം ഉണ്ടാവും കറിക്ക്. പാലക്കാടൻ സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കൂട്ടുകറി. വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ആവശ്യമുള്ളൂ. പാലക്കാട് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണിത്. നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ച നമ്മുടെ കൂട്ടുകറിൻ്റെ ചേനയും കുമ്പളങ്ങയും ഒക്കെ ചേർത്ത് വെക്കും. അപ്പോൾ നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആൻഡ് എമ്മി ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കണം. സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അടിപൊളി വിഭവമാണത്. സ്വാദിഷ്ടമായ വിഭവമാണ്. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് അ ലോട്ട്. ബൈ. ടേക്ക് കെയർ.